വീവ് ചെയ്ത ക്ലോത്ത് എങ്ങനെയാണെന്ന് ഇപ്പോൾ അത് എവിടെ വീവ് ചെയ്താലും വീവ് ചെയ്ത ക്ലോത്തിനൊരു ഹാൻഡ് മെയ്ഡിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഹാൻഡ് മെയ്ഡ് കാണുമ്പോൾ അത് മനസ്സിലാവും. അതിൻ്റെതായ ഒരു ഒറിജിനൽ ഇത് ഒറിജിനൽ. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം, എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്നത് ഓൺലൈനിലാണ്. കേരള സാരി എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അത്രയും ഗോൾഡ് അതിൽ ചേരുന്നതുകൊണ്ടാണ് ആ ഒരു റേറ്റ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പോലെ ഒരു സാരി വീവ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 days എങ്കിലും എടുക്കും. ഒരു ഭംഗിയില്ലാത്ത സാധനം നമ്മൾ എത്ര വാല്യൂ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആ ഒരു ഷിയർ എലഗൻസ്, ആ ഒരു ഈ ഹാൻഡ്ലൂം പവർലൂം തമ്മിലുള്ള വ്യത്യാസം എന്താ? മേക്കിംഗ് പ്രോസസ്സ് തന്നെ ഡിഫറെൻ്റ് ആണ്. പിന്നെ യൂസ് ചെയ്യുന്ന കസവിൻ്റെ ക്വാളിറ്റി, ഒറിജിനൽ എന്ന് പറയുന്ന ആ സാധനം, പിന്നെ അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഉണക്ക് പാവ് എന്ന് പറയുമ്പോഴത്തേക്കും റൈസ് സ്റ്റാർച്ചിൽ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്ത് സ്ട്രീറ്റ് സൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഹാൻഡ്ലൂം ചെയ്യുന്നത്. കാഞ്ചീപുരത്തെ അവിടുത്തെ ഒരു വൈബ് വേറെയാണ്. ദ വേ ദ ഹാൻഡിൽ ദ സാരി, അത് കാണേണ്ട ഒരു കാഴ്ച. കാരണം ടേക്ക് കെയർ ഓഫ് എ സാരി ലൈക്ക് എ ബേബി, ഭയങ്കര ഒരു ഫീലാണ്.